ഇതൊക്കെ വളർന്ന അറ്റത്തിണ്ടല്ലോ, ഇതൊക്കെ വെട്ടാനായി. അമ്മേ, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത. ആ മോൻ വന്നോ? എപ്പൊ കൊണ്ടുവരാം വെള്ളം? ഞാനിവിടെ ഉണ്ടാകുമ്പോ വെള്ളം അമ്മേനോട് ചോദിക്കുന്നു. മോനെ വെള്ളം വെള്ളം ചോദിച്ചിട്ടുണ്ടായിരുന്നോ? അല്ല, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം മതി. ആ ഒരു ഗ്ലാസ് വെള്ളമല്ലേ ഉള്ളൂ, അത് കുടിക്കേ. നിനക്കെന്താ കണ്ണ് കാണുന്നില്ലേ? വെള്ളമല്ലേ എന്റെ കയ്യിലുള്ളത്? ഇനി ഇതിന്റെ പേരിൽ നിങ്ങൾ രണ്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. അത് താ. ഇനി നിങ്ങൾ രണ്ടുപേരും പോയിക്കോ, ഞാൻ കുടിച്ചോളാം. വേണ്ട, ഏട്ടൻ വെള്ളം കുടിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. മോനെ, ആദ്യം വെള്ളം തന്നത് ഞാനാ, നീ അത് കുടിക്കേ. പിന്നെ ഞാൻ കൊടുത്ത വെള്ളം എന്റെ ഭർത്താവ് കുടിക്കും. കുടിക്കേട്ടെ. നിങ്ങളുടെ പ്രശ്നം എന്താണ്? ഞാൻ ആദ്യം ഏത് വെള്ളം കുടിക്കണമെന്നല്ലേ ഇപ്പൊ തീർത്തരാം. പെങ്കോന്തെ, കല്യാണം കഴിഞ്ഞിട്ട് അമ്മേനെ പേടി മാറിയിട്ടില്ല. ഏത് സമയത്താണ് എനിക്ക് വെള്ളം കുടിക്കാൻ തോന്നിയത്? ഒന്നും കൂടെ വന്നിരിക്കും സമാധാനം കളയാൻ വേണ്ടിട്ട് മനുഷ്യൻ. അമ്മേ, ഇതാ ഈ മാസികളുടെ വീട്ടിലുള്ള പൈസ, പിന്നെ എക്സ്ട്രാ എന്താ വേണേ പറയണേ. മോനെ, ഈ ആഴ്ച രവിന്റെ മോളുടെ കല്യാണം ഉണ്ട്, 1000 രൂപ കവർ ഇടണം, അതും കൂടി ചേർത്തിട്ടാ. ഓ, പറഞ്ഞ രവിയുടെ മോളെ കല്യാണം അല്ലേ? ഇതില്ലേ, ഇത് 1000 രൂപയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര മാസമായിട്ടും അമ്മേന്റെ കയ്യിലാണ് വീട് ചെലവുള്ള പൈസ കൊടുക്കുന്നത്. ഇനി ഞാനെന്തിനാ ഇവിടെ? അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഏട്ടാ ഒന്ന് നിന്നേ. അന്ന് അങ്ങനെ ചെയ്തേ? എന്ത് ചെയ്തോന്ന്? വീട് ചെലവിലുള്ള പൈസ എന്തിനാ അമ്മേന്റെ കയ്യിൽ കൊടുത്തത്? കല്യാണത്തിന് മുമ്പ് കൊടുക്കണം മനസ്സിലാകുക, ഇപ്പോഴും അതിനെ ചെയ്തോണ്ടിരിക്കുക. ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാനില്ലേ, എന്റെ കയ്യിൽ തന്നാ പോരെ. നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ടല്ലേ ഉള്ളൂ, ആദ്യം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുപിടിക്കേ, എന്നിട്ടൊക്കെ പോരെ. ഇപ്പൊ അമ്മ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ, പിന്നെന്താ? ഇങ്ങനെ തന്നെ ഇതൊക്കെ പഠിക്കുക. ഞാൻ ഏട്ടന്റെ ഭാര്യയല്ലേ, അപ്പൊ ഞാനല്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ടത്, അല്ലാണ്ട് അമ്മയാണോ? നിനക്കറിയോ ഇവിടെ എന്തൊക്കെ സാധനങ്ങൾ വേണം, എന്തൊക്കെ വേണ്ടാന്നുള്ളത്? അമ്മ എവിടെയൊക്കെ പോയിട്ടാണെന്നറിയോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? അതുപോലൊക്കെ നിനക്ക് ചെയ്യാൻ പറ്റുമോ? പിന്നെ ഇതൊന്നും പറയുമ്പോൾ അത്ര വലിയ കാര്യങ്ങളൊന്നും അല്ല, അതൊക്കെ എന്റെ വീട്ടിലും ചെയ്യാറുള്ളതാ. പിന്നെ ഈ പാലിന്റെ പൈസ, കറണ്ട് ബില്ല്, ന്യൂസ് പേപ്പറിന്റെ പൈസ, ഇതൊക്കെ കൃത്യമായിട്ട് ഓരോ മാസം ഓരോരുത്തരെ ഏൽപ്പിക്കണം. പറ്റുമോ നിനക്ക്? പിന്നെ ഇതൊക്കെ വലിയ സംഭവാ, ഈസി അല്ലേ, ഞാൻ ചെയ്യാ. ആ, എന്നായിക്കോട്ടെ. പിന്നെ നമുക്ക് 2-3 കുറിയുണ്ട്. ഒന്ന് ആ പള്ളി വയലില്, പിന്നെ ഒന്ന് ആ പുഴേന്റെ അപ്പുറത്ത്, കുറച്ച് വയലിൽ കൂടെ നടക്കാനേ ഉള്ളൂ. പിന്നെ വേറെ നമ്മുടെ സുജിത്തിന്റെ വീട്ടില്. അപ്പൊ ഇതൊക്കെ എല്ലാ മാസം കറക്റ്റ് ആയിട്ട് അവിടെ എത്തിക്കണം. ഈ ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നിട്ടേ എനിക്ക് ഇതിന്റെ പുറകെ ഓടി നടക്കാൻ സമയമൊന്നുമില്ല. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ നിനക്ക് താല്പര്യമാണെങ്കിൽ നീ ചെയ്തോ, ഒരു കുഴപ്പമില്ല. പിന്നെ ഈ വീട്ടിൽ വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഒരു കാര്യം ചെയ്യും, അമ്മേനോട് ചോദിച്ചെല്ലാം മനസ്സിലാക്കും. പിന്നെ അമ്മേന്റെ കയ്യിൽ കൊടുത്ത പൈസ വാങ്ങിട്ടെ ഇന്ന് തന്നെ ഓരോ കാര്യങ്ങൾ നീ ചെയ്യാൻ തുടങ്ങിക്കോ. എന്തായാലും ഇപ്പൊ കൊടുത്തു പോയില്ല അമ്മേന്റെ അടുത്ത്. 2-3 മാസം അമ്മ ചെയ്തോട്ടെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പതുക്കെ പതുക്കെ പഠിച്ച് ചെയ്തോളാം. അയ്യോ, 2-3 മാസം ആക്കണ്ട, ഇതാ ഇപ്പൊ തന്നെ തുടങ്ങിക്കോ. ശാരദ പറഞ്ഞിട്ടുണ്ടായിരുന്നു റേഷൻ പീടിയിൽ മണ്ണെണ്ണയും പഞ്ചസാരയും ഗോതമ്പും പച്ചരിയൊക്കെ വന്നിട്ടുണ്ടെന്ന്. ഇന്ന് പോയില്ലെങ്കിൽ കിട്ടില്ല. സെഞ്ചും പൈസ എടുത്തു തരാ, പോയി വാങ്ങിച്ചിട്ട് വാ. അല്ല, ഇതുവരെ അമ്മയല്ലേ ഈ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരുന്നത്. ഇനി പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും എന്നെ ഏൽപ്പിച്ചിട്ട് അമ്മയ്ക്കൊരു മനപ്രയാസം ഉണ്ടാകണ്ട. അയ്യോ, എനിക്ക് ഒരു മനപ്രയാസവും ഇല്ല. ഇത്രയും കാര്യങ്ങളൊക്കെ നിന്നെ ഏൽപ്പിച്ചാലേ എന്റെ അത്രയും തലവേദന കുറഞ്ഞു കിട്ടി. മോനെ, കുറിന്റെ പൈസ കൊടുക്കാൻ വേണ്ടി സുജിത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയില്ലേ, വയല് മുഴുവനും വെള്ളവും ചളിയാ. ഞാൻ എങ്ങനെയല്ലോ കഷ്ടപ്പെട്ട് അവിടെ എത്തുന്നത്. പാമ്പും തവളയും അട്ടയും, എന്റെ അമ്മോ, അവിടെ ഇല്ലാത്ത ജീവികളില്ല. ഇനി എനിക്ക് സമാധാനമായി, ഇനി ഇവള് പോകുമല്ലോ. അമ്മ ഇതിനെ കുറിച്ച് ഓർത്ത് ഒരു ടെൻഷൻ അടിക്കണ്ട. ഇവൾക്കേ അവളെ വീട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നല്ല ശീലാണെന്ന്. അവള് ചെയ്തോളും.
ആ അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. ഇതാ ഇന്ന് വൈകുന്നേരം കുറിയ പൈസ ഞാൻ മുഴുവൻ നിന്നെ ഏൽപ്പിക്കാം. ഒരു 6 മണിയാകുമ്പോൾ കൊണ്ട് കൊടുത്തിട്ട് വാ. പാമ്പിനെ ഒന്ന് ചവിട്ടാണ്ട് നോക്കിയാൽ മതി, വേറെ ഒരു പ്രശ്നം അവിടെ ഇല്ല. അയ്യോ, ഇത് വേലി കിടക്കുന്ന പാമ്പിനെടുത്ത് തോളത്ത് വെച്ച പോലെ ആയല്ലോ. വെറുതെ ഓരോന്ന് പറഞ്ഞ് നാണം കേടാൻ വേണ്ടിട്ട്. ഓരോന്നും കൊണ്ട് വന്നോളും. കല്യാണം കഴിഞ്ഞ് 2 മാസം തികച്ചായിട്ടില്ല. വീട്ടിലെ അധികാരം മുഴുവൻ അവളുടെ അടുത്ത് വേണത്രേ. തരുന്നുണ്ട് ഞാന്, കാത്തിരുന്നോ. നിനക്കിത് ഇഷ്ടപ്പെട്ടോ? നോക്ക്, നോക്കട്ടെ. നല്ല രസമുണ്ട്. ഇതിന് എത്ര കൊടുത്തു? അതിന് 1800 കിട്ടും. 1800 ഉണ്ട് കേട്ടോ, നല്ല സോഫ്റ്റ് അത്. നോക്കമ്മേ, 1800 രൂപയ്ക്ക് ഏട്ടൻ വാങ്ങി തന്ന ഡ്രസ്സാ. എങ്ങനെയുണ്ട്? ആ, നന്നായിട്ടൊക്കെ ഉണ്ട്. ആ അമ്മേ, ഇത് നോക്കിയാ ഇഷ്ടമായിട്ടോന്ന്? ഇത് എനിക്ക് വാങ്ങിയതാണോ മോനെ? നന്നായിട്ടുണ്ട് മോനെ. ഇത് എത്ര കൊടുത്തു? അതിനമ്മേ 2400 കൊടുത്തു. 2400 രൂപ എടുത്ത് മേടിച്ചതാ. നല്ല ഭംഗിയുണ്ട്. നോക്ക്, നിനക്ക് ഇഷ്ടപ്പെട്ടോ? 2400 രൂപ കൊടുക്കുമ്പോഴേ അതിനുള്ള ഗുണം അതിലുണ്ടാവും. നോക്ക് എന്തൊരു തിളക്കമാണെന്ന്. അവൻ എപ്പോഴും എങ്ങനെയാ ഏറ്റവും വില കൂടിയത് എനിക്ക് വാങ്ങിച്ചിട്ട് വരുള്ളൂ. ഞാൻ എന്നും പറയാറുണ്ട് ഇത്രയും വില കൂടി ഒന്നും വാങ്ങണ്ട മോനെ, വാങ്ങണ്ട മോനെ എന്ന്. പക്ഷെ അവൻ കേൾക്കില്ല, അങ്ങനെ തന്നെ വാങ്ങിച്ചിട്ട് വരും. മോനെ ഒരു നഷ്ടമില്ല കേട്ടോ. 2400 അല്ലേ കൊടുത്ത്, അതിന് മാത്രം ഉണ്ട്. പിന്നെ നിന്റെയും വലിയ മോശമൊന്നുമില്ല. 1800 അല്ലേ കൊടുത്ത്, അതിനുള്ള ഗുണം അതിലും ഉണ്ട്. ഈശ്വര, ഇപ്പൊ പാരയായോ? അതെ, ഇറങ്ങാൻ സമയമില്ലേ? ആ, നീ ഒന്ന് ബാഗ് എടുത്തിട്ടോ. അമ്മ റെഡിയായോ? ആ മോനെ ഇതാ വരുന്നോ. ആ, എന്നാ വേഗം ഇറങ്ങാൻ നോക്കമ്മേ. അമ്മയും നമ്മളോട് സിനിമയ്ക്ക് അമ്മയും വരുന്നുണ്ടോ? ആ, അമ്മ വരുന്നുണ്ട്. അമ്മ വരുന്നവരെ നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ. നമ്മൾ രണ്ടാളും മാത്രം പോവാണെന്നല്ലേ പറഞ്ഞു? അതല്ല, ഞാൻ അമ്മയോട് നമ്മൾ സിനിമയ്ക്ക് വന്ന കാര്യം പറഞ്ഞപ്പോഴേ അമ്മയ്ക്ക് ഒരു ഇൻട്രസ്റ്റ് നമ്മളിവിടെ വരാൻ. ഇനി എല്ലാരും കൂടെ പോകുന്ന രസല്ലേ? അങ്ങനെയാണെങ്കിലേ അമ്മയും മോനും കൂടി അങ്ങ് സിനിമയ്ക്ക് വയ്ക്കോ, ഞാൻ വരുന്നില്ല. ആ ലക്ഷ്മി, ഞാൻ ഇന്ന് വരുന്നില്ല കേട്ടോ. ഞാൻ മക്കളുടെ ഒപ്പം സിനിമയ്ക്ക് പോകുക. എന്ത്? ഇല്ലില്ല, ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അവിടെ വന്നിട്ട് പറയാം. ആ ദമ്മോൻ താഴെ നിന്ന് വിളിക്കുന്നുണ്ട്. ആ ശരി, എന്നാ ശരി. ശരിക്കും നിന്റെ പ്രശ്നം എന്താ? നീ എന്തിനാ കാണിക്കുന്നേ? ഒന്നുമില്ല, എനിക്ക് നല്ല തലവേദന, അതന്നെ. ഇത്രയും നേരം നിനക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നല്ലോ, പിന്നെ അവിടെ നീ പെട്ടെന്ന് തലവേദന വന്നേ? തലവേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ശ്രദ്ധിക്കുന്നു. എന്തിനു വേദന അമ്മ 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 എന്ന് പറഞ്ഞിട്ട്. സിനിമയ്ക്ക് പോകുമ്പോ കൂടി അമ്മേനെ കൂട്ടിക്കൊണ്ട് പോകേണ്ട ആവശ്യമുണ്ടോ? നിന്നെ കല്യാണം കഴിച്ചു വിചാരിച്ചിട്ട് എനിക്ക് അമ്മേനെ സിനിമയ്ക്ക് പോലും കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. എന്നാലും എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കാണോ ഇമ്പോർട്ടൻസോ ഭാര്യയ്ക്കാണോ? ഭാര്യനെ ആദ്യം സ്നേഹിക്കാൻ പഠിക്കുക. അല്ലാണ്ട് എല്ലായിടത്തും അമ്മേനെ എഴുന്നള്ളിച്ച് നടക്കാൻ പറ്റില്ല. എനിക്ക് ഡ്രസ്സ് എടുക്കാം, അമ്മയ്ക്കും ഡ്രസ്സ് എടുക്കണം. സിനിമയ്ക്ക് പോകാനല്ല അമ്മേനെ കൂട്ടിക്കൊണ്ട് പോകണം. എന്തെന്നായത് ഒരു പ്രൈവസി വേണ്ട നമുക്കിടയിൽ. അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ അമ്മയ്ക്ക് അറിയാം. അമ്മ ആ വഴിക്ക് അവിടെ വീട്. ഇന്നത്തെ കാലത്തെ കല്യാണം കഴിഞ്ഞ അധികം പേരും അവരുടെ ഇഷ്ടത്തിന് വേറെ വേറെ മാറി താമസിക്കുക ചെയ്യുന്നത്. അല്ലാണ്ട് പോകുന്നിടത്തൊക്കെ ഈ അച്ഛനും അമ്മനെ എഴുന്നള്ളിച്ചു കൊണ്ട് പോവല്ല. ഇവിടെ ഞാനും നിങ്ങളുടെ അമ്മേനെ കൂടെ നിർത്താൻ സമ്മതിച്ചും പോരാ, അവസാനം എല്ലാവരും കൂടി എന്റെ തലയ്ക്കാണ് കയറുക. നിന്റെ സമ്മതം കിട്ടിയിട്ടാണോ എനിക്ക് എന്റെ അമ്മേനെ കൂടെ നിർത്താൻ? അതെന്റെ അമ്മയാണ്. ആയിക്കോട്ടെ, പക്ഷെ ഇവിടെ എന്ത് കാര്യം എടുത്താലും നിങ്ങളുടെ അമ്മയുണ്ട്. അമ്മയില്ലാതെ ഒരു കാര്യമില്ലല്ലോ. അവിടെ നോക്കിയല്ലോ അമ്മ, ഇവിടെ നോക്കിയല്ലോ അമ്മ. കാണുമ്പോ തന്നെ മനുഷ്യന് ഉള്ള മൂടും കൂടി അങ്ങോട്ട് പോവുക. വെറുതെ എല്ലാ ആൾക്കാർ പറയുന്നത് ഈ അമ്മായിമ്മയും ഒന്നും ഇല്ലാത്ത അടുത്ത് കല്യാണം കഴിച്ചു പോകുന്ന നല്ലതെന്ന്. നിനക്കും ഇല്ല അച്ഛനും അമ്മയും. നിന്നെ കല്യാണം കഴിഞ്ഞു നീ അവരെ ഒഴിവാക്കുവോ? അവരെ നിനക്ക് ശല്യ? എവിടേക്ക് പോകുമ്പോഴും അമ്മ 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 അത്ര. അല്ലെങ്കിൽ നമ്മൾ അമ്മേനെ കൂട്ടി എവിടേക്കൊക്കെ പോകാറുള്ളത്? സിനിമയ്ക്ക് പോകണമെങ്കിലും ബീച്ചിൽ പോകണമെങ്കിലും നമ്മൾ രണ്ടും മാത്രമേ പോകാറുള്ളത്. അല്ലാണ്ട് അമ്മ നമ്മുടെ കൂടെ വരാറുണ്ടോ? ഇന്ന് അമ്മയ്ക്ക് എന്തോ ഇഷ്ടം തോന്നി നമ്മുടെ കൂടെ വരാൻ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അതിന് നീ ഇത്രമാത്രം പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല. എന്നാ പിന്നെ നിങ്ങൾ നിങ്ങളുടെ അമ്മയും കൂടി സിനിമയ്ക്ക് വെക്കോ. ഞാൻ പറഞ്ഞല്ലോ ഞാൻ വരുന്നില്ല എന്ന്. പിന്നെ എന്താ എന്റെ പുറകെ വരുന്നത്? എന്റെ അമ്മേനെ ഞാൻ അല്ലാണ്ട് വേറെ ആരെ കൂട്ടിക്കൊണ്ടുപോവുക? അമ്മേന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊക്കെ സാധിച്ചു കൊടുക്കേണ്ടതേ ഞാനാണ്, അല്ലാണ്ട് പുറത്തുനിന്ന് ഒരാൾ വന്ന് ചെയ്തൊക്കെ.
ഗ്ലാസ് എന്റെ കയ്യിൽ നിന്ന് താഴെ വീണതാ മോനെ. ആ അമ്മ റെഡിയായോ? ഞാൻ റെഡി ആയിരുന്നാണ് മോനെ. അപ്പോഴാ ലക്ഷ്മി വിളിച്ചു പറഞ്ഞു അയൽക്കൂട്ടത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, എന്തായാലും അർജന്റായിട്ട് എത്തണമെന്ന്. എന്തായാലും മക്കള് പോയിട്ട് വരും, ഞാൻ വരുന്നില്ല. അമ്മയല്ലേ എന്നോട് പറഞ്ഞത് ഇന്ന് അയൽക്കൂട്ടത്തിന് പോകുന്നില്ല, അവരോടൊക്കെ വിളിച്ചു പറയുന്നൊക്കെ. പിന്നെന്താ പെട്ടെന്നൊരു മാറ്റം? ഇതിപ്പോ അതൊന്നുമല്ല, അമ്മ വെറുതെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുക. അമ്മ എന്തായാലും റെഡി ആയതാണല്ലോ, നമുക്ക് പോവാൻ നോക്കാം. അല്ല മോനെ, ഞാൻ വന്നാൽ ശരിയാവില്ല. നിങ്ങൾക്ക് എന്തെല്ലാം കാര്യം ഉണ്ടാവും, അതിന്റെ ഇടയ്ക്ക് എല്ലായിടത്തും എന്നെയും കൂട്ടിയിട്ട് പോയിട്ട് അതൊന്നും വേണ്ട. ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെ സിനിമയ്ക്ക് പോക്കും പുറത്ത് ഭക്ഷണം കഴിക്കലൊന്നുമില്ല. മോൻ പറഞ്ഞപ്പോ എന്തോ ഒരു പൊട്ട ബുദ്ധിക്ക് ഞാൻ വരുന്നെന്ന് വന്നതാ. ഇതുവരെ ഇല്ലാത്ത ശരി, ഇനിയിപ്പോ എന്തിനാ അങ്ങോട്ട്? മക്കള് പോയിട്ട് വാ, അതേ ശരിയാവുള്ളൂ. മോള് പറഞ്ഞു തന്നെയാണ് ശരി. വയസ്സായി കഴിഞ്ഞ ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കുക, അല്ലാതെ എവിടെയെങ്കിലും നിങ്ങൾ പോകുന്നിടത്തൊക്കെ കൂടെ വരണം പറഞ്ഞ് നിൽക്കുക. തെറ്റ് മുഴുവൻ എന്റെ ഭാഗത്താ. മക്കൾക്ക് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി ഞാൻ മാറി നിൽക്കല്ലേ വേണ്ടത്, അല്ലാതെ എന്തിനും ഏതിനും വന്ന് മക്കളുടെ കാര്യങ്ങൾക്ക് ഇടപെടുക. ഇനി മക്കളുടെ ഒരു കാര്യത്തിലും അമ്മ ഇടപെടില്ല. മോളോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോൾ എന്നോട് ക്ഷമിക്കണം. നമ്മൾ ഒരുപാട് പ്രാവശ്യം നിന്റെ വീട്ടിൽ പോയിട്ടില്ലേ? അപ്പോഴൊക്കെ നീ എന്താ പറയാറുള്ളത്? അച്ഛനും അമ്മേനെയും കൂട്ടിയിട്ട് പുറത്ത് പോകണം, ബീച്ചിൽ പോകണം, സിനിമയ്ക്ക് പോകണം, അവർക്ക് നല്ല ഡ്രസ്സ് എടുത്ത് കൊടുക്കണം. അതൊക്കെ നമ്മൾ ചെയ്യാറില്ലേ? അപ്പൊ നിനക്ക് എത്രമാത്രം സന്തോഷം കിട്ടുന്നത്. ഭർത്താവിന് മാത്രം അച്ഛനും പാടില്ല, അമ്മയും പാടില്ല, ആരും പാടില്ല അല്ലെ? നീ എന്താ പറഞ്ഞത്? അച്ഛനും അമ്മയും ഇല്ലാത്ത വീട്ടിലേക്ക് കല്യാണം കഴിച്ചു പോകണം അല്ലേ? അപ്പൊ എനിക്ക് വേറെ ആരും ഉണ്ടാകാൻ പാടില്ല കൂടെ, എന്നെ വേറെ ആരും സ്നേഹിക്കാനും പാടില്ല. അമ്മ, എന്റെ ഭാഗത്തും തെറ്റുണ്ട്. കല്യാണം കഴിഞ്ഞ് വന്നപ്പോ ഞാൻ വിചാരിച്ചത് ഏട്ടനെ എന്നെ മാത്രം സ്നേഹിക്കണമെന്നാ, ഞങ്ങളുടെ കൂടെ വേറെ ആരും പാടില്ല എന്നൊക്കെ. അതുകൊണ്ടാണ് ഏട്ടൻ അമ്മനെ സ്നേഹിക്കുമ്പോഴും അമ്മയ്ക്ക് ഓരോന്ന് ചെയ്തു തരുമ്പോഴും ഒക്കെ ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത്. സ്നേഹിക്കാനും ശാസിക്കാനും ഒക്കെ ഒരു അമ്മ കൂടി ഉണ്ടാകുക എന്ന് പറഞ്ഞ അതൊരു വലിയ കാര്യമാണ്. ഞാൻ എപ്പോഴും എന്നെ കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഏട്ടനെ കുറിച്ചോ അമ്മേനെ കുറിച്ചോ നിങ്ങളുടെ സന്തോഷത്തിനെ കുറിച്ചോ ഒന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് അമ്മ. ഇനി എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അമ്മ. എന്തായാലും നമ്മൾ എല്ലാവരും റെഡി ആയതല്ലേ, നമുക്ക് ഒരുമിച്ച് പോവാം. ഒരുമിച്ച് നിൽക്കുമ്പോഴാ സന്തോഷമുള്ളത്, അല്ലാണ്ട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇങ്ങനെ മാറി നിൽക്കുമ്പോഴല്ല. ഇപ്പൊ എന്തായാലും അമ്മയും മോള് റെഡി ആയില്ലേ? നമുക്ക് ഇറങ്ങിയാലോ? പിന്നെ ഞങ്ങൾ എപ്പോഴേ റെഡി. ആയിക്കോട്ടെ മോനെ, നമുക്ക് പോകാം. ഏട്ടൻ വണ്ടി എടുക്ക്, ഞാൻ അമ്മേന്റെ ബാഗ് എടുത്തിട്ട് വരാം.